ആസാമിൽ നിന്ന് ബി.ജെ.പിക്ക് വലിയ സന്തോഷവും കോൺഗ്രസ്സിന് കടുത്ത നിരാശയും നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ആസാമിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. അടുത്ത മാസം 2-ാം തീയതിയും 7-ാം തീയതിയുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അവിടെ എതിരില്ലാതെ 325 സീറ്റുകളിൽ ബി.ജെ.പി ജയിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്താണ് സാർ ആസാമിൽ സംഭവിക്കുന്നത്? ഒരു പൂർണ്ണമായും കോൺഗ്രസ് അവിടെ നിന്ന് തുടച്ച നീക്കപ്പെടുമോ? ശരിക്കും വഖഫ് ബിൽ പാസ്സായ ശേഷം നടക്കുന്ന ആദ്യത്തെ ജനഹിത പരിശോധനയാണിത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വഖഫ് ബില്ല് കൂടിയാണ്. വഖഫ് ബില്ലിന്മേലുള്ള ജനങ്ങളുടെ, പ്രത്യേകിച്ചും കേരളത്തിലെ പോലെ തന്നെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശത്ത് നിന്നുള്ള ആദ്യത്തെ ഒരു റിഫ്ലക്ഷൻ. ഇപ്പോഴത്തെ കണക്കും ഡെമോഗ്രഫി അറിയില്ല. നേരത്തെയുള്ള കണക്കനുസരിച്ച് മുസ്ലിം പോപ്പുലേഷൻ നല്ലപോലുള്ള അതിർത്തി ജില്ലയാണ്. ധാരാളമായിട്ട് ബംഗ്ലാദേശിൽ നിന്നും മുസ്ലിങ്ങൾ കുടിയേറിയിട്ടുള്ള ഒരു പ്രദേശം, അതിർത്തി സംസ്ഥാനമാണ്. അവർ സമാധാനമായിട്ട് ഇപ്പോൾ അവിടെ ജീവിക്കുന്നു. നേരത്തെ പ്രശ്നമുണ്ടായിരുന്നു. അസം ഗണപരിഷത്തിൻ്റെ നേതൃത്വത്തിലും അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലുള്ള കലാപങ്ങൾക്ക് ഭൂയിഷ്ടമായ ഭൂമിയാണത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി സമാധാനത്തിൻ്റെ പാതയിലൂടെ ഇത്രയധികം മുസ്ലിങ്ങൾ ഉണ്ടായിട്ടും ഇസ്ലാം മതവിശ്വാസികൾ ഉണ്ടായിട്ടും അവരുടെ വിശ്വാസത്തിന് യാതൊരു മുറിവും ഏൽപ്പിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നു. ജനാധിപത്യ മാർഗത്തിൽ കൂടി, മതനിരപേക്ഷ മാർഗത്തിൽ കൂടി. ഒരു സംഘർഷങ്ങളുമില്ല, സംഘടനകളുമില്ല. കേരളത്തിലെ പോലെ ആ വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കാനുള്ള മാർക്സിയൻ തന്ത്രങ്ങളില്ല, ശ്രമങ്ങളില്ല എന്നുള്ളതാണ് എൻ്റെ വ്യത്യാസം. കേരളത്തിലെ പോലെ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന CPM അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. ഒരു മുസ്ലിം താല്പര്യവും ഹനിക്കപ്പെടുന്നില്ല, ജനങ്ങളുടെ താല്പര്യം മാത്രം മാനിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. വഖഫ് ബിൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള തന്ത്രമാണെന്നുള്ള പോലെയുള്ള നൊട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുന്ന കുൽസിതമായ രാഷ്ട്രീയ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും അവിടെ നടപ്പാക്കപ്പെടുകയില്ല. ശക്തനായൊരു മുഖ്യമന്ത്രിയുണ്ട്. അസം ഗണപരിഷത്തുമായിട്ട് ചേർന്ന് BJP നടത്തുന്ന മന്ത്രിസഭയുടെ അധിപനായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം പണ്ടൊരു കോൺഗ്രസ്സുകാരനായിരുന്നു, മതനിരപേക്ഷനായിരുന്നു. മതനിരപേക്ഷൻ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ആരെയും പ്രീതിപ്പെടുത്താനോ പ്രീണന രാഷ്ട്രീയമില്ല, ആരെയും ഭയക്കുകയുമില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ നടന്ന തെരഞ്ഞെടുപ്പ്. അപ്പോൾ വഖഫ് ബില്ലിൻ്റെ ഒരു ഹിതപരിശോധന കൂടിയായിരുന്നു ഇതെന്ന് തീർച്ചയായിട്ടും പറയാം. അവിടെ മറ്റ് പ്രേരണകളൊന്നുമില്ല, പ്രലോഭനങ്ങളില്ല, പ്രകോപനങ്ങളുമില്ല. അവിടെ നോക്കൂ, 325 പഞ്ചായത്തുകളിലാണ് BJP ഏകപക്ഷീയമായിട്ട് ജയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. മത്സരിക്കാൻ എതിർ സ്ഥാനാർത്ഥിയില്ല. കോൺഗ്രസ്സിന് മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല. പേടിച്ചോടി പോവുക. കാരണം കെട്ടിവെച്ച തുക പോകുമെന്ന് ഉറപ്പ്. അല്ലാതെ ഈ CPMൻ്റെ ഭീഷണി പോലുള്ള ഭീഷണികളുണ്ടല്ലോ, കായികമായിട്ട് നേരിട്ട് കളയുമെന്നുള്ള ഭീഷണികൾ, അങ്ങനെയുള്ള ഭീഷണിയല്ല. അവർ മത്സരിച്ച് കഴിഞ്ഞാൽ നാണക്കേട്. മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലാത്ത അവസരം, നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? അതൊരു വലിയ പ്രശ്നം കൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ പോലും അവിടെ ഈ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എങ്ങനെയാണ്? അതും വളരെ ദുർബലമായി എന്ന് കേൾക്കുന്നു. പ്രത്യേകിച്ചും ഹിമന്ത ബിശ്വാസ് അവിടുന്ന് പോയതോടുകൂടി, കോൺഗ്രസിനെ അദ്ദേഹം ഉപേക്ഷിച്ചതോടുകൂടി കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് ആസാമിൽ എന്ന് കേൾക്കുന്നുണ്ട്. കോൺഗ്രസിന് എന്ത് സംഘടനാ സംവിധാനമായതുകൊണ്ട് നെഹ്റു ഫാമിലിയിൽ കുറേ പേര് ചേർന്നുകൊണ്ട് KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, റോബർട്ട് വാദ്ര, സോണിയാഗാന്ധി, ജയറാം രമേശ്, ഇവരൊക്കെ കൂടിയുള്ള ഒരു കോക്കസ് കാട്ടിക്കൂട്ടുന്ന സംഘടനയല്ലാതെ കോൺഗ്രസ് എന്ത്? ഓവർസീസ് കോൺഗ്രസിന്റെ സാംബിത്രോത, ഇതാണ് അവരുടെ സംഘടനാ ശക്തി എന്ന് പറയുന്നത്. ഇവരെല്ലാം സംഘടിച്ച് തന്നെ അയക്കുന്നത്, അതിനൊരു കുഴപ്പമില്ല. കാരണം അഴിമതിയുടെ കാര്യത്തിൽ ഒരുമിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. ദേശദ്രോഹത്തിൻ്റെ കാര്യത്തിലും ഒരുമിക്കുന്ന, വിദേശ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരേ സ്വരമുള്ള, ഏകസ്വരം ഉള്ള ആൾക്കാർ. ഹാർമോണിയസ് റിലേഷൻഷിപ്പ്, കോർഡിയൽ റിലേഷൻഷിപ്പാണ്. അത് സംശയമൊന്നുമില്ലാത്ത കാര്യം. അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അധികാരമോഹം പൂണ്ട ചില നേതാക്കൾ മാത്രമേ ഉള്ളൂ. ജില്ലാ തലങ്ങളിൽ വരെ, ജില്ലാ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ മത്സരിച്ച് ജയിക്കാൻ വേണ്ടി ഉള്ള താല്പര്യങ്ങളാണ് കോൺഗ്രസിനെ ഭരിക്കുന്നത്. അല്ലാതെ നാട് നന്നാക്കാനുള്ള ഒരു താല്പര്യവും ആ പാർട്ടിക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ KC എബ്രഹാം എന്ന് പറയുന്ന അഴിമതി വീരൻ ഇവിടെ വീരകേസരിയായിട്ട് വാഴുന്ന സമയത്ത് അതിനെതിരെ ഒരു ചൂണ്ടുവിരൽ അനക്കാൻ പോലും തയ്യാറാകാത്ത പാർട്ടിയല്ലേ.
ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്ര നാണം കെട്ട ഒരു പ്രതിപക്ഷം ഈ ലോകത്തെവിടെങ്കിലും ഉണ്ട്. KM അബ്രഹാം ഇതുപോലൊരു അവസരം കിട്ടിയിട്ടു അതുപോലെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നികുതി പണം പാഴായി പോകുന്നതിനെ പറ്റി കോടതിയാണ് പറഞ്ഞത് CBI അന്വേഷണം വേണം. അതെ. എന്നിട്ട് പോലും മിണ്ടാത്ത ഒന്നും മിണ്ടാത്ത കോൺഗ്രസിന് കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. നാഷണൽ ഹെറാൾഡ് കേസോടുകൂടി ആ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ചു കഴിയപ്പെട്ടു. നരേന്ദ്രമോദി ഉറപ്പാക്കിയിട്ടുണ്ട് കോൺഗ്രസ് മുക്തമാകണം ചില സംസ്ഥാനങ്ങളെങ്കിലും എന്ന്. അതിലൊന്നിപ്പോൾ അസമായിട്ട് വരികയാണ്. കാരണം സത്യസന്ധമായിട്ട് ഭരണം നടത്തി കഴിഞ്ഞാൽ ഇവരുടെ അഴിമതി പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ഈ കാപ്പട്ട രൂപമുണ്ടല്ലോ, കാപ്പട്ട രൂപം അവർ ഈ പുറത്ത് കാണിക്കുന്ന മൂടുപടം അഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ കോൺഗ്രസ് ഇന്നതാണ്, രാജാവ് നഗ്നനാണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഇപ്പോൾ. അതിൻ്റെ ഒരു ഫലം കൂടിയാണ്. അതുപോലെ തന്നെ വർഗീയ പ്രീണനത്തിന് വേണ്ടി വഖഫ് ബില്ലെന്ന് പറയുന്ന ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു ബില്ലിനെ അവർ അപഹസിക്കുകയും അതിനെതിരെ ഹർജിക്കുമേൽ ഹർജി കൊടുക്കുകയും ചെയ്യുന്ന ഇവർ തന്നെ കേരളത്തിലെ ഒരു ഹൈക്കോടതി പുറപ്പെടുവിച്ച CBI അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നിനെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി ഇവിടെ ഭരിക്കുമ്പോൾ ആ ഭരണാധികാരി രാജി പോലും വയ്ക്കാതെ തുടരുമ്പോൾ അധികാര കസേരയിൽ കടിച്ചു തൂങ്ങിയിരിക്കുമ്പോൾ ഒരു ചെറു വിരലനക്കാത്ത ഈ പാർട്ടി എന്തോന്ന് പ്രതിപക്ഷം ഇവരിനെ ജയിക്കുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഭരണം തെറ്റിലേക്ക് വഴുതി വീഴുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷത്തിന് ജനങ്ങൾ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ KC അബ്രഹാമിൻ്റെ കാര്യത്തിൽ 100% കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുന്നു. സാർ, ആസാമിലേക്ക് തിരിച്ചു വന്നാൽ അവിടെ ഹിമന്ത ബിശ്വാസ് ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എനിക്കൊന്നു അടുത്ത മാസം 11-നാണ് വോട്ടെണ്ണൽ, ഈ 2-നും 7-നും വോട്ടെടുപ്പ് നടക്കുന്നത്. 11-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ കോൺഗ്രസിന്റെ പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉണ്ടാവില്ല. കാരണം അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കേരളത്തിൽ തന്നെ ആത്മവിശ്വാസത്തിലാണ് ഈ അസം മുഖ്യമന്ത്രി. കേരളത്തിൽ തന്നെ ഇടതുപക്ഷം തൂത്തുവാരിയപ്പോൾ പോലും അവർക്ക് ഇങ്ങനെ എതിരില്ലാത്ത വിജയങ്ങൾ അങ്ങനെ 1-2 വാർഡുകളിൽ കിട്ടിയിട്ടുണ്ടാവാം. അതെല്ലാ പാർട്ടികൾക്കും കിട്ടിക്കാണാം, അത് സാധാരണ സംഭവം. പക്ഷേ ഈ 325 എന്ന് പറയുന്ന സീറ്റുകളിൽ അവർ UP-യെക്കാളും നമ്മൾ നേരത്തെ കണ്ട ഹരിയാന തെരഞ്ഞെടുപ്പിനേക്കാളും വലിയ ഉന്നതമായ വിജയം കൈവരിക്കാൻ പോകുന്നു BJP എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുന്ന ആദ്യ ഫലങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യ ഫലങ്ങളാണ്. അപ്പോൾ ഈ 325 കിട്ടിയെന്നുള്ള ഉറപ്പാണല്ലോ, 100%. എതിരില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 37 ജില്ലാ പഞ്ചായത്തുകൾ അവർ പിടിച്ചടക്കിയിരിക്കുന്നു ഏകപക്ഷീയമായിട്ട്. BJPക്കും ആസാം ഗണപരിഷത്തിനും നിരവധി സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അവിടെയും എതിരില്ല മത്സരിക്കാൻ. കാരണം ഇവര് സഖ്യത്തിലാണ്. BJP AJPക്ക് 31 സീറ്റുകൾ എതിരില്ലാതെ കിട്ടി. സഖ്യകക്ഷിയായി ഇരുന്നുകൊണ്ട് 31 സീറ്റുകൾ അവർക്ക് കിട്ടി. കോൺഗ്രസിന് ഏതാണ്ട് 9 സീറ്റുകളിൽ കോൺഗ്രസ് എതിരില്ലാതെ ജയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. അത് ഏതൊക്കെ പഞ്ചായത്തുകളാണ്, വാർഡുകളാണെന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. അത്രയും അത് കാണും. ലോക്കൽ ഡെയിലീസിൽ വിവരങ്ങൾ വന്നിട്ടില്ല. ലോക്കൽ ഡെയിലീസ് അത് വന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. ഇത്രയും സീറ്റ് ജയിച്ചു എന്നുള്ളത് തന്നെയാണ്. അതെ, ഏകപക്ഷീയമായിട്ട് വോട്ടെടുപ്പ് പോലും വേണ്ടി വന്നില്ല, സ്ഥാനാർത്ഥി ഇല്ലാതെ. അതെ, നമ്മളെ ഏകപക്ഷീയം എന്ന് പറയുന്നത് തെറ്റായ വാക്കാണ്. സമവായത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏകകണ്ഠമായിട്ടെന്നുള്ള വാക്കാണ് കൂടുതൽ ഉചിതമായിട്ട്. ഏകപക്ഷീയമല്ലത്, ഏകകണ്ഠമായിട്ട് ഐകകണ്ഠ്യേന തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വാക്കായിരിക്കും അവിടെ ഏറ്റവും ഉചിതമായിട്ട് ഉണ്ടാവുക ജനാധിപത്യത്തിൽ നിന്ന്. അത് നല്ല കാര്യം. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ തിളങ്ങുന്ന ഒരു സന്ദർഭമാണ് ഈ ഐകകണ്ഠേന. സമവായം എന്നുള്ളതാണല്ലോ ജനാധിപത്യത്തിൻ്റെ ഒരു മോട്ടോ തന്നെ. അപ്പോൾ അത് വലിയൊരു തിളങ്ങുന്ന വിജയം തന്നെയാണ് BJP അവിടെ. അത് വഖഫ് ബിൽ അവരെ കൂടുതൽ കരുത്തരാക്കിയിട്ട് ഉള്ളൂ എന്നതിൻ്റെ സൂചന കൂടി തീർച്ചയായിട്ടും. മുസ്ലിങ്ങളിൽ ഒരു വലിയ വിഭാഗം കൂടി, അതെ, അവരിലെ ദുർബല വിഭാഗം മുസ്ലിങ്ങളിലെ സവർണരാണ് ഇതിനെ എതിർക്കുന്നത്. മുസ്ലിങ്ങളിലും വിഭാഗം അതെ BJPക്ക് മുസ്ലിങ്ങളിലും ഉണ്ട് ഈ സവർണർ എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന ഒന്നാണ് ഈ വഖഫ് ബില്ലിന്മേൽ ഇസ്ലാം മതത്തിലുണ്ടായിട്ടുള്ള ഈ ഡിവിഷൻ എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ BJP ഇറങ്ങാൻ പോവുകയാണ്. എല്ലാ മുസ്ലിങ്ങളെയും ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി, ഈ വഖഫ് ബില്ലിൻ്റെ ഗുണങ്ങളെപ്പറ്റി, അതിൻ്റെ സത്യാവസ്ഥയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഈ വർഗീയ പ്രചാരണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനും വേണ്ടി BJP വീടാന്തരം ഇനി ഗ്രഹസന്ദർശനം നടത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വഖഫ് ബില്ലിൻ്റെ ഒരു ഹിതപരിശോധനയാണ്.
കോടതി ഇനി എന്ത് പറഞ്ഞുകൊള്ളട്ടെ, കോടതിയിൽ കേസ് പെൻഡിങ്ങാണ്. പക്ഷേ ജനങ്ങളുടെ കോടതിയിൽ ഈ വഖഫ് ബില്ലിന് തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്രയും മുസ്ലിങ്ങൾ തിങ്ങിപ്പറക്കുന്നത്. എനിക്ക് തോന്നുന്നു 30% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, അതിപ്പോഴും അതിലും കൂടി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനൊരു സംസ്ഥാനത്ത് ഇത്രയും വലിയ വിജയം BJP നേടിയത് സൂചിപ്പിക്കുന്നത് വഖഫ് ബിൽ BJPയെ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൂടി കൂടുതൽ സ്വീകാര്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.